സിന്ധ് പ്രവിശ്യ എന്ന് പറയുന്നത് ഇപ്പോൾ പാകിസ്ഥാനിലാണുള്ളത്. നിലവിൽ അത് പാകിസ്ഥാൻ്റെ ഭാഗമാണെങ്കിലും ഇന്ത്യയുടെ ഭാഗമായി ചേരാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. എന്ന് പറഞ്ഞാൽ അതിർത്തികൾ എപ്പോൾ വേണമെങ്കിലും മാറ്റി വരയ്ക്കപ്പെടാം. നമ്മൾ അവിടെ ആക്രമിച്ച് അവരെ കീഴ്പ്പെടുത്തുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഈ സിന്ധ് പ്രവിശ്യ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സിന്ധു നദീതട സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേർന്ന ഒരു നാഗരിക സംസ്കാരമാണ്. അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അവിടെയുള്ള ഹിന്ദു ജനത, ബുദ്ധ വിഭാഗത്തിൽപ്പെട്ടവർ, ജൈന മതത്തിൽപ്പെട്ടവർ, ഇവരൊക്കെ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഇതിനോട് ചേർത്ത് വെച്ചാണ് രാജ്നാഥ് സിംഗ് പറയുന്നത് സിന്ധ് പ്രവിശ്യ വേണമെങ്കിൽ ഇന്ത്യയിലൊപ്പം വരാം. പാകിസ്ഥാനിൽ താമസിക്കുന്ന ആളുകൾ, അതായത് ഈ സിന്ധ് പ്രവിശ്യയിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിൽ തന്നെ ഏറിയ പങ്കും 1947 വിഭജനം ഉണ്ടായപ്പോൾ അങ്ങോട്ട് കുടിയേറിയതാണ്. അതായത് വിഭജനം ഉണ്ടായ സമയത്ത്, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യമായ സമയത്ത് അവിടെയുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർ ഏറിയ പങ്കും ഇന്ത്യയിലേക്ക് ഓടി വന്നു.